ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഫേസ് ഫെയിലിയർ റിലേയുടെ വയറിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഫേസ് ഫെയിലിയർ റിലേ. ഇതിൻ്റെ അണ്ടർ വോൾട്ടേജ് റിലേ അല്ലെങ്കിൽ സിംഗിൾ ഫേസ് പ്രിവെൻറ്റർ എന്നൊക്കെ പറയാം. ഓക്കെ, ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ മോട്ടോർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തെല്ലാം പ്രൊട്ടക്ഷനാണ് നമുക്ക് മോട്ടോറിന് തരുന്നത്, അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സെറ്റിംഗ് എന്തൊക്കെയാണ് അതിനെക്കുറിച്ചിട്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിൻ്റെ വയറിംഗ് എങ്ങനെയാണ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു DOL സ്റ്റാർട്ടറിൽ ഇതിൻ്റെ വയറിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു DOL സ്റ്റാർട്ടറിൻ്റെ പവർ വയറിംഗ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു DOL സ്റ്റാർട്ടറിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും അതിൻ്റെ പവർ വയറിംഗ് കാണാൻ പറ്റുക. ആദ്യം തന്നെ ഒരു 3 പോൾ MCB ഉണ്ടാവും. ഈ MCBയിൽ ഇൻപുട്ടിൽ RYB ഫേസ് വന്ന് കിടപ്പുണ്ടാവും. ഈ MCBയുടെ ഔട്ടിൽ നിന്ന് എടുത്തിട്ട് ഔട്ടിൽ 3 ഫേസ് എടുത്ത് നമ്മുടെ കോണ്ടാക്ടറിൻ്റെ ഇൻപുട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇതുപോലെ RYB ഫേസ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതിനുശേഷം ഈ കോണ്ടാക്ടറിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു ഓവർലോഡ് റിലേ ഉണ്ടാവും. ഇതുപോലെ ഓവർലോഡ് റിലേ കോണ്ടാക്ടറിൻ്റെ കൂടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഈ ഓവർലോഡ് റിലേൻ്റെ ഔട്ട്പുട്ട് RYB ഫേസ് എടുത്തിട്ട് പിന്നെ നമ്മുടെ മോട്ടോറിൻ്റെ ടെർമിനലിലും ഇതേപോലെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ സ്റ്റാറിലായിരിക്കും അല്ലെങ്കിൽ ഡെൽറ്റയിലായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ കൺട്രോൾ വയറിംഗ് ആണ്. ഓക്കെ, അപ്പോൾ കൺട്രോൾ സർക്യൂട്ടിൽ നമുക്ക് ആദ്യം തന്നെ ഇതുപോലെ സിംഗിൾ പോൾ MCB അല്ലെങ്കിൽ കൺട്രോൾ ഫ്യൂസോ ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, ഇവിടുന്നാണ് നമ്മുടെ കൺട്രോൾ സർക്യൂട്ട് സ്റ്റാർട്ട് ആവുന്നത്. ഇതിൻ്റെ MCBയുടെ ഇൻപുട്ടിലേക്ക് നമുക്ക് ഇതിൻ്റെ ഈ മെയിൻ ഫേസ് വന്ന് നടക്കുന്ന ഈ MCBയുടെ ഔട്ട്പുട്ടിൽ നിന്ന് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ഫേസ് എടുത്തിട്ട് R ഫേസോ യെല്ലോ ഫേസോ ബ്ലൂ ഫേസോ ഏത് ഫേസ് വേണമെങ്കിൽ ഒരു ഫേസ് എടുത്തിട്ട് നമുക്ക് ഈ കൺട്രോൾ MCBയുടെ ഇൻപുട്ടിൽ കണക്ട് ചെയ്യാം. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഈ MCBയുടെ ഇൻപുട്ടിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഇതെടുക്കാം. ഓക്കെ, എവിടെ നിന്ന് വേണമെങ്കിലും നമുക്കൊരു ഫേസ് എടുത്തിട്ട് ഈ കൺട്രോൾ MCBൻ്റെ ഇൻപുട്ടിൽ കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കൺട്രോൾ MCBയിലേക്ക് ഫേസ് ഇൻപുട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ 3 പോൾ MCBയുടെ റെഡ് ഫേസിൽ നിന്നാണ് ഇവിടുന്ന് വയർ എടുത്തിട്ട് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഫേസിൽ നിന്ന് വേണം കണക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇൻപുട്ടിൽ നിന്ന് വേണമെങ്കിൽ വയർ എടുത്തിട്ട് ഇതിൽ കണക്ട് ചെയ്യുക. സിംഗിൾ പോൾ MCB കൺട്രോൾ MCBയുടെ ഇൻപുട്ടിൽ കണക്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ ഈ കൺട്രോൾ MCBയുടെ ഔട്ട്പുട്ടിൽ നിന്ന് വയർ എടുത്തിട്ട് നേരെ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഓൺ ഓഫ് സ്വിച്ചിലേക്കാണ്. നമ്മുടെ സ്റ്റാർട്ടറിനെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന സെലക്ടർ സ്വിച്ചിലേക്കാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് ഈ ഫേസ് ഫെയിലിയർ റിലേയുടെ കണക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഈ ഫേസ് ഫെയിലിയർ റിലേയിൽ എങ്ങനെയാണ് ഇതിൻ്റെ വയറിംഗ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. മുകൾ ഭാഗത്തൂടെ 3 ടെർമിനലുണ്ട്. 1, 2, 3 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 1, 2, 3 എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാണാൻ പറ്റും. 1, 2, 3 എന്ന് പറഞ്ഞാൽ 1ൽ ലൈൻ 1, 2ൽ ലൈൻ 2, 3ൽ ലൈൻ 3. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ RST എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ Rൽ റെഡ് ഫേസ് കണക്ട് ചെയ്യുക, എസ്സിൽ വൈ ഫേസ് കണക്ട് ചെയ്യുക, Tയിൽ ബ്ലൂ ഫേസ് കണക്ട് ചെയ്യുക. അങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഇത് ലൈൻ 1, ലൈൻ 2, ലൈൻ 3 എന്ന് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ RYB ഫേസ് കറക്റ്റ് സീക്വൻസിലൂടെ കണക്ട് ചെയ്യണം. ഓക്കെ, അത് നമ്മൾ എവിടുന്ന് എടുക്കേണ്ടതെന്ന് വെച്ചാൽ RYB ഫേസ് നമ്മൾ കോണ്ടാക്ടറിൻ്റെ ഇൻപുട്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ MCBയുടെ ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് ഈ 3 ഫേസ് എടുത്തിട്ട് ഇവിടെ കണക്ട് ചെയ്യാം RYB ഫേസ്. ഓക്കെ, പിന്നെ അടുത്ത് നമ്മൾ കൺട്രോൾ ടെർമിനലാണ്. ഇവിടെ കൺട്രോൾ ടെർമിനൽ ഇവിടെ കാണാൻ പറ്റും. 4, 5, 6 ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് 4, 5, 6. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ടെർമിനൽ വരുന്നത്. 4ാമത്തെ ടെർമിനൽ എന്താണെന്ന് വെച്ചാൽ കോമൺ ടെർമിനലാണ്. ഇതിലാണ് നമ്മുടെ കൺട്രോൾ ഇൻപുട്ട് കണക്ട് ചെയ്യുന്നത്. ഈ 4ാമത്തെ ടെർമിനലിലാണ് നമ്മൾ കൺട്രോൾ ഇൻപുട്ട് കണക്ട് ചെയ്യുന്നത്. പിന്നെ 5ാമത്തെ ടെർമിനൽ നോർമലി ഓപ്പൺ ആണ്. ഈ നോർമലി ഓപ്പൺ ആണ് നമ്മുടെ ഇതിൻ്റെ കൺട്രോളിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ നോർമലി ഓപ്പണിൽ നിന്നാണ് എടുക്കേണ്ടത്. പിന്നെ 6ാമത്തെ ടെർമിനലിൽ നോർമലി ക്ലോസ് ആണ്. ഇത് ട്രിപ്പ് ഇൻഡിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ട്രിപ്പ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിക്കേഷൻ ലാമ്പെല്ലാം കണക്ട് ചെയ്യണമെങ്കിൽ ഈ നോർമലി ക്ലോസിലാണ് നമ്മൾ കണക്ട് ചെയ്യുക. ഓക്കെ, കൺട്രോൾ ടെർമിനലിൽ നമുക്ക് ഏത് വോൾട്ടേജ് വേണം കണക്ട് ചെയ്യുക. 24 വോൾട്ടേജ് വേണം 24 വോൾട്ട് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ 110 വോൾട്ടേജ് വേണം 110 വോൾട്ടേജ് കണക്ട് ചെയ്യുക, 220 വേണമെങ്കിൽ 220 വോൾട്ടേജ് കണക്ട് ചെയ്യുക. നമ്മുടെ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്ന കോണ്ടാക്ടറിൻ്റെ കോയിൽ വോൾട്ടേജ് ഏതാണോ ആ വോൾട്ടേജാണ് നമ്മൾ ഇവിടെ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഈ ഫേസ് ഫെയിലിയർ റിലേയിൽ RYB ഫേസ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്തിരിക്കുന്നത് ഈ 3 പോൾ MCBയുടെ ഔട്ട്പുട്ടിൽ നിന്നാണ് RYB ഫേസ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കോണ്ടാക്ടറിൻ്റെ ഇൻപുട്ടിൽ നിന്നും വേണം ഇതിൽ കണക്ട് ചെയ്യാം. ഓക്കെ, കാരണം ഇത് സെയിം വയറാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ സെലക്ടർ സ്വിച്ചിൽ നമ്മൾ ഓൾറെഡി ഈ MCBയുടെ ഔട്ട്പുട്ടിൽ നിന്ന് വരുന്ന വയർ ഇതിൽ സെലക്ടർ സ്വിച്ചിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെലക്ടർ സ്വിച്ചിൻ്റെ ഇൻപുട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ സെലക്ടർ സ്വിച്ചിൻ്റെ ഔട്ട്പുട്ടിലൊരു വയർ കണക്ട് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ടിലൊരു വയർ കണക്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലൊരു വയർ കണക്ട് ചെയ്തിട്ട് അതിനുശേഷം ഇതിൻ്റെ ഈ വയറിൻ്റെ അടുത്ത എൻഡ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് എവിടെയെന്ന് വെച്ചാൽ ഈ
ഫേസ് ഫെയിലിയർ റിലേയുടെ ഇതിൻ്റെ കൺട്രോൾ ടെർമിനൽ കോമൺ ടെർമിനലിൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സെലക്ടർ സ്വിച്ചിൻ്റെ ഔട്ട് എടുത്തിട്ട്, അതായത് ഓൺ ഓഫ് സ്വിച്ചിൻ്റെ ഔട്ട് എടുത്തിട്ട് നമ്മൾ ഡയറക്റ്റ് നേരെ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫേസ് ഫെയിലിയർ റിലേയുടെ കോമൺ ടെർമിനലിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് 4ാമത്തെ ടെർമിനൽ ഇതിൻ്റെ കോമൺ ടെർമിനലാണ്, അതിൽ കോമണിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നോർമലി ഓപ്പണിലൊരു വയർ കണക്ട് ചെയ്യണം. ഇതിൻ്റെ 5ാമത്തെ ടെർമിനൽ നോർമലി ഓപ്പണാണ്. ഈ നോർമലി ഓപ്പണിലൊരു വയർ കണക്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ അടുത്ത എൻഡ് നമുക്ക് കണക്ട് ചെയ്യാനുള്ളത്, ഇതിൻ്റെ ഈ വയർ കണക്ട് ചെയ്യേണ്ടത് നമുക്ക് ഈ റിലേയുടെ ഓവർലോഡ് റിലേയുടെ നോർമലി ക്ലോസിലാണ്. നോർമലി ക്ലോസിൽ 95 ഞാൻ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് വേണമെങ്കിൽ 96 വേണമെങ്കിൽ കണക്ട് ചെയ്യാം, കുഴപ്പമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിത് 95 കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഈ ഓവർലോഡ് റിലേയുടെ ഔട്ട്പുട്ടിൽ നിന്ന് ഒരു വയർ എടുത്തിട്ട്, അതായത് ഇതിൻ്റെ ഔട്ട്പുട്ട് 96 ആണ്. ഓക്കെ, ഇത് നോർമലി ക്ലോസ് ആണ്. ഓക്കെ, 96 നിന്ന് വയർ എടുത്തിട്ട് നമുക്ക് നേരെ കണക്ട് ചെയ്യുള്ളത് ഈ കോണ്ടാക്ടറിൻ്റെ കോയിലിലേക്കാണ്. അതായത് ഇതിൻ്റെ കോയിൽ A1ലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോണ്ടാക്ടറിൻ്റെ കോയിലിലേക്ക് ഫേസ് ലൈന് കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് കോണ്ടാക്ടർ എനർജൈസ് ആവണമെങ്കിൽ ഇതിൻ്റെ ന്യൂട്രൽ സപ്ലൈ കൂടി കണക്ട് ചെയ്യണം. ഓക്കെ, അതിന് ഡയറക്റ്റ് ഒരു ന്യൂട്രൽ ലൈൻ കൊടുത്തിട്ട് ഈ കോണ്ടാക്ടറിൻ്റെ A2 ടെർമിനലിൽ കണക്ട് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഈ കോണ്ടാക്ടറിൻ്റെ A2 ടെർമിനലിലേക്ക് ന്യൂട്രലിൻ്റെ കണക്ഷൻ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൺട്രോൾ വയറിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് സിമ്പിളാണ് ഇതിൻ്റെ വയറിങ്. ഓക്കെ, അപ്പോൾ ഞാനൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് ഇതിൻ്റെ വയറിങ് എങ്ങനെ ചെയ്തത്. ആദ്യം തന്നെ നമ്മുടെ കൺട്രോൾ ഒരു ഫേസ് എടുത്തിട്ട് MCBയുടെ ഔട്ട് എടുത്തിട്ട് നേരെ സിംഗിൾ പോൾ MCBയിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, MCBയുടെ ഔട്ട് എടുത്തിട്ട് നേരെ ഈ ഓൺ ഓഫ് സ്വിച്ചിൻ്റെ ഇൻപുട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഓൺ ഓഫ് സ്വിച്ചിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് വയർ എടുത്തിട്ട് സിംഗിൾ ഫേസ് പ്രിവെൻറ്ററിൻ്റെ കോമൺ ടെർമിനലിൽ കണക്ട് ചെയ്തിരിക്കുന്നു. അതിനുശേഷം നോർമലി ഓപ്പണിൽ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്നത്, നോർമലി ഓപ്പണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പുതിയ ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നോർമലി ക്ലോസിൽ കണക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാനുള്ളത്, ഇതിൽ നോക്കാനുള്ളത് നോർമലി ഓപ്പണിലാണ് കണക്ട് ചെയ്യേണ്ടത്. കൺട്രോൾ സപ്ലൈ ഇൻപുട്ട് നമ്മൾ കോമൺ ടെർമിനലിലും കണക്ട് ചെയ്യണം. ഔട്ട്പുട്ട് നോർമലി ഓപ്പണിൽ നിന്നാണ് എടുക്കേണ്ടത്. നോർമലി ഓപ്പണിൽ നിന്ന് എടുത്തിട്ട് ഈ ഓവർലോഡ് റിലേയുടെ NCയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഓവർലോഡ് റിലേയുടെ NC ആണ് 95 കണക്ട് ചെയ്ത ഇൻപുട്ട്. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ട് വന്നിട്ട് 96ലാണ്. 96ൽ നിന്ന് ഔട്ട് എടുത്തിട്ട് നേരെ ഈ കോണ്ടാക്ടറിൻ്റെ കോയിലിലേക്ക് A1ലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ കൺട്രോൾ സർക്യൂട്ട് നിങ്ങൾക്ക് ഓൺ ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല അപ്പോൾ, കാരണം നമ്മുടെ അടുത്ത് ഇവിടെ 3 ഫേസ് അവൈലബിൾ അല്ല, സിംഗിൾ ഫേസ് ആണ് അവൈലബിൾ ഉള്ളൂ. ഓക്കെ, ഇത് വർക്ക് ആവണമെങ്കിൽ, കൺട്രോൾ വർക്ക് ആവണമെങ്കിൽ നമുക്ക് ഈ ഫേസ് പ്രിവെൻറ്ററിൽ 3 ഫേസ് സപ്ലൈ കൊടുക്കണം, എന്നാലാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ കൺട്രോൾ സപ്ലൈ ഇതിൻ്റെ കോമണിൽ വന്ന് കിടക്കും, ഇതിൻ്റെ നോർമലി ഓപ്പണിൽ ഔട്ട്പുട്ട് കിട്ടത്തില്ല, നോർമലി ക്ലോസിലാണ് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് വർക്ക് ആവണമെങ്കിൽ 3 ഫേസ് സപ്ലൈ വേണം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ വയറിങ് ചെയ്യുമ്പോൾ നമ്മുടെ കോണ്ടാക്ടറിൻ്റെ ഇൻപുട്ടിൽ വല്ല ഇൻപുട്ട് ഫേസിൽ, അതായത് RYB ഫേസ് ഇൻപുട്ടിൽ, കോണ്ടാക്ടറിൻ്റെ ഇൻപുട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന RYB ഫേസിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ റിലേ ട്രിപ്പ് ആവത്തുള്ളൂ. ഇൻ കേസ് ഈ കോണ്ടാക്ടറിൻ്റെ ഏതെങ്കിലും ഒരു പവർ ടെർമിനൽ കംപ്ലൈൻ്റ് ആവുക, അതായത് 3 ഫേസ് ഈ കോണ്ടാക്ടറിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്നില്ല, ഏതെങ്കിലും ഒരു ഫേസ് ഫെയിലിയർ ആവുകയാണെങ്കിൽ ആ സമയത്ത് ഈ ഫേസ് ഫെയിലിയർ റിലേ ട്രിപ്പ് ആവത്തില്ല. കാരണം നമ്മൾ ഈ ഫേസ് ഫെയിലിയർ റിലേയിലേക്ക് RYB ഫേസ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇൻപുട്ട് പവറിൽ നിന്നാണ്, കോണ്ടാക്ടറിൻ്റെ ഇൻപുട്ടിൽ നിന്നാണ്. അപ്പോൾ കോണ്ടാക്ടറിൽ ഏതെങ്കിലും ഒരു ഫേസ് ഫെയിലിയർ ആവുകയാണെങ്കിൽ ഇത് ട്രിപ്പ് ആവത്തില്ല. ഓക്കെ, പിന്നെ എന്തെങ്കിലും കോണ്ടാക്ടറിൽ വല്ല കംപ്ലൈൻ്റ് ഒക്കെ വരികയാണെങ്കിൽ, ഏതെങ്കിലും ഫേസ് ലോസ് ആവുകയാണെങ്കിൽ ഇവിടെ ഓവർലോഡ് റിലേ ട്രിപ്പ് ആവും. നമ്മൾ അഡീഷണൽ ഒരു സേഫ്റ്റി കൊടുത്തിട്ടുണ്ട് ഇവിടെ, ഓവർലോഡ് റിലേ. ഓക്കെ, ആ സമയത്ത് ഇത് ട്രിപ്പ് ആയിക്കോളും. ഓക്കെ, പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ കോണ്ടാക്ടറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് വേണമെങ്കിൽ RYB ഫേസ് കണക്ട് ചെയ്തിട്ടും വേണമെങ്കിൽ റൺ ചെയ്യാം. നമ്മൾ ഓൺ ഓഫ് പുഷ് ബട്ടൺ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സ്റ്റാർട്ടറുകളിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് RYB ഫേസ് കണക്ട് ചെയ്യുക. ഇതിൻ്റെ പുഷ് ബട്ടൺ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സ്റ്റാർട്ടറുകളിൽ ഹോൾഡിംഗ് കണക്ഷൻ യൂസ് ചെയ്യും. ആ ഹോൾഡിംഗ് കണക്ഷൻ നമ്മൾ ഇതിലൂടെ കടത്തി വിടുകയാണെങ്കിൽ നമുക്ക് ഈ കോണ്ടാക്ടറിൻ്റെ ഔട്ട്പുട്ടിലും നമുക്ക് RYB ഫേസ് കണക്ട് ചെയ്യാം ഇതിൻ്റെ. ഓക്കെ, സാധാരണയായിട്ട് നമ്മൾ ഈ രീതിയിലാണ് കണക്ട് ചെയ്യുന്നത്. ഈ മോട്ടോറിൻ്റെ ടെർമിനലിലും 3 ഫേസ് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ട്രിപ്പ് ചെയ്യുന്ന ടൈപ്പ് റിലേകളെല്ലാം വരുന്നുണ്ട്. ഓക്കെ, അതെല്ലാം നമ്മുടെ കയ്യിൽ വരികയാണെങ്കിൽ ഇതിനെക്കുറിച്ചിട്ടെല്ലാം നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.